ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കാനല്ല, പ്രത്യുത ലോകം അവൻ വഴി രക്ഷിക്കപ്പെടാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം ന്യായവിധി വന്നു കഴിഞ്ഞു. പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാളാണ് ലത്തീൻ പാരമ്പര്യമനുസരിച്ച്. പരിശുദ്ധ തൃത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് യഹോവ സാക്ഷികൾ ഇങ്ങനെ ഹാലിളകി വരും. യഹോവ മാത്രമാണ് ദൈവം, ഈശോ ദൈവമല്ല, ദൈവപുത്രൻ മാത്രമാണ് ദൈവമല്ല എന്ന് അവർ ഇങ്ങനെ പറഞ്ഞു വരും. അവർക്കെതിരെയാണ് ഇന്നത്തെ തിരുവചനം. ദൈവം ഏകജാതൻ പുത്രൻ അയച്ചു, ഭൂമിയിലേക്ക് അയച്ചു. ദൈവം ഇല്ലേ, അപ്പൊ ദൈവപിതാവ് പുത്രൻ തമ്പുരാനെ ഭൂമിയിലേക്ക് അയച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട തിരുവചനമാണ്. അപ്പോൾ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പുത്രനെ പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കണമെന്ന് ഇതേ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ദൈവം തന്നെയായ പുത്രൻ എന്നാണ് യോഹന്നാൻ 1:18 കിടക്കുന്നത്. ഈ ഈശോയെ നോക്കി അവനോട് തോമസ് ലീഗ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇതൊക്കെ തിരുവചനമാണ്. ഈ തിരുവചനങ്ങളെല്ലാം വളച്ചൊടിച്ച് യഹോവ സാക്ഷികള് ഈശോ ദൈവമല്ല എന്ന് മുസ്ലിംസിനോട് ചേർന്ന് ആരോപിക്കും. അപ്പോൾ യഹോവ സാക്ഷികള് മുസ്ലിം സംഘടനകളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഇതിന്നോ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പറ്റിയിട്ട് കത്തോലിക്ക സഭയെ തകർക്കാനും അതിന്റെ വിശ്വാസം തകർക്കാനും നടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ യഹോവ സാക്ഷികൾ ക്രിസ്ത്യാനികളല്ല. യഹോവ സാക്ഷികൾ ക്രിസ്ത്യാനികളല്ല. അവർ മറ്റേതോ ക്രിസ്തുവിനെയും അവന്റെ ദൈവത്വത്തെയും എതിർക്കുന്ന മറ്റേതോ ഒരു ശക്തിയുടെ, പൈശാചിക ശക്തിയുടെ കീഴിലുള്ളതാണ്. അതുകൊണ്ട് വാച്ച് ടവർ എന്ന് പറഞ്ഞിട്ട് അവരുടെ സംഗതി ഉണ്ടല്ലോ അമേരിക്കയിൽ, വാച്ച് ടവർ. ഞാനതിനെ പറയുന്നത് ഡെവിൾസ് വാച്ച് ടവർ എന്നാണ്, പിശാചിന്റെ കാവൽമാടം. യഹോവ സാക്ഷികളുടേത് പിശാചിന്റെ കാവൽമാടമാണ് വാച്ച് ടവർ എന്ന് പറയുന്നത്. എന്നിട്ട് അവർ പുതിയ ബൈബിളൊക്കെ തർജ്ജമ ചെയ്തുണ്ടാക്കിയിട്ടുണ്ട്. എന്തിനെന്നറിയോ? ഈശോ ദൈവമല്ലെന്ന് സ്ഥാപിക്കാൻ. അപ്പൊ ഈ പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ വളരെ പ്രധാനപ്പെട്ട തിരുനാളാണ്. കാരണം ഈ ദൈവം മൂന്നാളുകളല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന, ക്രിസ്ത്യാനികളായിരുന്നിട്ടും പഠിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന മറ്റ് മതസ്ഥരുടെ അജണ്ടയുമായി നടക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇത് വളരെ ഗൗരവമായൊരു വിശ്വാസ പ്രശ്നമാണിത്. ചെറുതായി കണ്ടുകൂടാ. ഇനി നമുക്ക് തിരുവചനങ്ങളിലേക്കൊന്ന് കടക്കാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവൻ നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈശോയുടെ ഭൗമിക ദൗത്യം ദൈവപിതാവിന്റെ സ്വർഗീയ പദ്ധതിയുടെ ഭാഗമാണ് എന്നാണ് ഇവിടെ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈശോയുടെ ഭൂമിയിലെ ദൗത്യം ദൈവപിതാവിന്റെ സ്വർഗീയ പദ്ധതിയുടെ ഭാഗമാണ്. ഇവിടെ ലോകം എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യവംശത്തെ മുഴുവനാണ്. ലോകം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകം മാത്രമല്ല, മനുഷ്യവംശം. അപ്പോൾ ഈ ലോകത്തെ, പ്രകൃതിയെയും പ്രപഞ്ചത്തെയും അതിലുള്ള മനുഷ്യവംശത്തെയും വീണ്ടെടുക്കാൻ വേണ്ടി തന്റെ ഏകജാതനെ ബലി കൊടുക്കാൻ പോലും തയ്യാറായ സ്നേഹമാണ് ദൈവം. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. റോമാലേഖനം 5:8 1 യോഹന്നാൻ 3:16 കാണാം. കത്തോലിക്ക സഭയുടെ മതബോധനം 219 നിങ്ങൾക്ക് വായിക്കാം. അതായത് ഈശോയുടെ കുരിശിലേക്കുള്ള കയറ്റം എന്ന അപരിചിതമായ ദൈവിക വെളിപാടിന് ഒരൊറ്റ ന്യായമേ ഉള്ളൂ, ഒരൊറ്റ ന്യായവൽക്കരണമേ ഉള്ളൂ. ദൈവം ലോകത്തെ, മനുഷ്യവംശത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈശോയുടെ മരണത്തെ പാപപരിഹാര ബലിയായിട്ടാണ് ഇവിടെ ഈ നിക്കോദെമോസിലുള്ള സംഭാഷണത്തിൽ ഈശോ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തന്റെ ഏകജാതനെ മരണത്തിന്, കൊലയ്ക്ക് കൊടുക്കാൻ തക്കവിധം. 2 തെളിവുകൾ ഇവിടെ ഈ വചനത്തിലുണ്ട്. ഒന്ന്, ഏകജാതൻ എന്ന പദം അബ്രഹാമിന്റെ ഏകജാതനായ ഇസഹാക്കിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു. ആ ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയ സംഭവത്തിലേക്കും മനുഷ്യരുടെ പാപത്തിന് മനുഷ്യരുടെ ജീവൻ തന്നെ പകരമായി കൊടുക്കണമെന്ന ആശയം അവിടെ പ്രബലമാണ്. ഈ അബ്രഹാമും ഈ ഇസഹാക്കിനും കൊണ്ട് ബലി കഴിക്കാൻ പോകുന്നത്. എന്നാൽ പാപികളായ മനുഷ്യനെ കുരുതി കൊടുത്ത് മനുഷ്യരുടെ പാപം നീക്കിക്കളയാൻ കഴിയില്ലെന്ന് ദൈവം അബ്രഹാമിനോട് വെളിപ്പെടുത്തുന്നുണ്ട്.
ഇസഹാക്കിന് ബലി കഴിക്കുന്നത് തടയുന്നതിലൂടെയാണ് ആ വെളിപാട്. കർത്താവ് തന്നെ ബലിക്കുള്ള കുഞ്ഞാടായി വരുമെന്ന് അന്നേ ദൈവം അബ്രഹാമിനോട് വെളിപ്പെടുത്തിയിരുന്നു. ഉൽപ്പത്തി 22:8. ചുരുക്കത്തില് മനുഷ്യന്റെ പാപത്തിന് മനുഷ്യൻ തന്നെ പരിഹാരം ചെയ്യണം. എന്നാൽ എല്ലാ മനുഷ്യരും പാപികളായതിനാൽ ഒരു മനുഷ്യനും അത് സാധിക്കില്ല. പിന്നെയുള്ള മാർഗം എന്താണ്? ദൈവം തന്നെ മനുഷ്യനാകുക, എന്നിട്ട് മനുഷ്യരുടെ സ്ഥാനത്ത് നിന്ന് മനുഷ്യർക്ക് വേണ്ടി പരിഹാര ബലിയാകുക. ദൈവം അത് ചെയ്തു. അതാണ് ഈ കുരിശിലെ വെളിപാട്. മനുഷ്യന്റെ പാപത്തിന് മനുഷ്യൻ തന്നെ പരിഹാരം ചെയ്യണം. മൃഗത്തെ ബലി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇപ്പം ബക്രീദിന് മൃഗങ്ങളെ ബലി കൊടുക്കുന്നു. അത് അബ്രഹാമിന്റെ ബലിയുടെ, അതായത് ബലി മാത്രമാണ് ദൈവത്തിന് ചേർന്ന ആരാധന. ബലി മാത്രം. ഈ കുമ്പിടുന്നതോ തൊട്ടുമുത്തുന്നതോ ഒന്നും ആരാധനയല്ല. കത്തോലിക്കര് തൊട്ടുമുത്തുകയും കുമ്പിടുകയും ചെയ്യുമ്പോൾ ഈ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും വിചാരിക്കുന്ന ആരാധനയാണെന്നാ. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ബലി മാത്രമാണ് ആരാധന. നമ്മൾ മനുഷ്യ ചരിത്രം എടുത്ത് നോക്കൂ. ഹാബേൽ, ആദാമിന്റെ മകൻ ഹാബേൽ ബലിയർപ്പിച്ചു, കായേനും ബലിയർപ്പിച്ചു. ബലിയാണ് ദൈവത്തിനുള്ള ആരാധന. പക്ഷെ അത് മൃഗബലികളല്ല. ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ യേശുവിന്റെ ബലിയാണ്. ആ ബലിയിലേക്ക് നമ്മെ എടുത്തു വെക്കുന്ന മണിക്കൂറിനെയാണ് കുർബാന എന്ന് പറയുന്നത്. ഒരിക്കൽ എന്നേക്കുമായി ഈശോ സ്വയം നൽകിയ ബലിയിലേക്ക് നമ്മെ എടുത്തു വെക്കുന്ന നിമിഷത്തെയാണ് കുർബാന എന്ന് പറയുന്നത്. അപ്പോ ഏകജാതൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ അബ്രഹാം ഇസഹാക്കിന് ബലി കഴിക്കാൻ കൊണ്ടുപോയതും എന്നാൽ അത് പോരായിരുന്നുവെന്നും, അല്ലേ, മനുഷ്യൻ തന്നെ ബലി കൊടുക്കണം, മനുഷ്യൻ തന്നെയാണ് ബലി അർപ്പിക്കപ്പെടേണ്ടത്. പക്ഷേ പാപികളായ മനുഷ്യരല്ല, ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരുവനാണ് എന്ന് അന്ന് വെളിപ്പെടുത്തി ആ വെളിപാട് പൂർത്തിയാക്കുകയാണ് ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ. അതാണ് ഏകജാതൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2, നൽകാൻ തക്ക വിധം. ഗ്രീക്കില് പാരാഡിഡോമായി എന്നാണ്. പാരാദിഡോമായി ഏൽപ്പിച്ചു കൊടുക്കുക, ഒറ്റക്കൊടുക്കുക, കൈമാറുക, ബലിയായി നൽകുക എന്നാൽ അർത്ഥമുണ്ട്. പലതരത്തില് ദൈവപിതാവ് പുത്രൻ തമ്പുരാനെ ഏൽപ്പിച്ചു കൊടുത്തു. യൂദാസ് ഒറ്റക്കൊടുത്തു. രണ്ടിനും ഒരേ വാക്കാ. കൈമാറുക എന്ന അർത്ഥമുണ്ട്. പരിശുദ്ധാൽ കുരിശില് ആത്മാവിന് കൈമാറി. ഈശോ അവസാനത്തെ ശ്വാസം വിട്ടപ്പോൾ ആ ശ്വാസത്തിലൂടെ യേശു സ്നേഹിച്ച ശേഷന് ആത്മാവിന് കൈമാറി. അതിന് ഈ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. ബലിയായി നൽകിയ എന്നതിനും ഇതേ വാക്കുണ്ട്. അപ്പോൾ യൂദാസ് യേശുവിന് ഒറ്റക്കൊടുത്തത്, ദൈവം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തത്, ഇതൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം മനുഷ്യനായ സംഭവത്തെ മാത്രമല്ല നൽകാൻ തക്കവിധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണത്തിന് വിട്ടുകൊടുത്ത ദൈവിക നടപടിയെയും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുകയാണ്. തന്റെ ഏകജാതനെ ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവിധമെന്നോ തന്റെ ഏകജാതനെ കൊലയ്ക്ക് കൊടുക്കാൻ തക്കവിധമെന്നൊക്കെ തർജ്ജമയാകാം. തന്റെ ഏകജാതനെ യാഗാത്മകമായി നൽകുകയായിരുന്നു ദൈവപിതാവ്. സാക്രിഫിഷ്യൽ ഗിവിങ് ഇല്ലേ? അത് വെറും നൽകുക മാത്രമല്ല, ബലിയായി നൽകുകയാണ്. അല്ലാതെ മറ്റൊരു മാർഗം ദൈവത്തിന് മുമ്പിൽ ഇല്ല. മനുഷ്യവംശത്തെ വീണ്ടെടുക്കാൻ ദൈവത്തിന് മുമ്പിൽ വേറെ മാർഗമില്ലായിരുന്നു. നമുക്കിതൊക്കെ വലിയ ദൈവശാസ്ത്രമാണ്. പക്ഷെ വളരെ സിമ്പിൾ അല്ലേ? നിങ്ങളുടെ മക്കളുള്ളവരുടെ കാര്യം ഞാൻ പറയണേ. മക്കൾക്ക് രോഗം വന്നാൽ അമ്മ കിഡ്നി കൊടുക്കാനോ ലിവർ കൊടുക്കാനോ ഒക്കെ തയ്യാറാ. മക്കൾക്ക് വേണ്ടി അമ്മ മരിക്കാൻ തയ്യാറാ, അപ്പൻ മരിക്കാൻ തയ്യാറാ. ഇത് സ്നേഹത്തോടു കൂടിയല്ലേ? അവിടെ നിങ്ങളുടെ ജീവനെ പറ്റി നിങ്ങൾ വേവലാതിപ്പെടുന്നുണ്ടോ? ഇല്ല. മക്കൾ ജീവിക്കണം. ഇത് എല്ലാ മനുഷ്യർക്കും വേണ്ടി, അതും ഭാവികളായ മനുഷ്യർക്ക് വേണ്ടി ദൈവം സ്നേഹമായതിനാൽ അവൻ സ്വയം ബലിയായി. അപ്പോൾ ഈ തൃത്വത്തിലുള്ള സ്നേഹം, ദൈവപിതാവ്, പുത്രൻ തമ്പുരാൻ, പരിശുദ്ധ റൂഹ, ഇതൊക്കെ സംഭവിക്കുന്ന പരിശുദ്ധ റൂഹയുടെ ശക്തിയിലാണ്. ഇത് വെളിപ്പെടുത്തിയ തിരുവചനമാണിത്. ഇതിനെതിരെ നിൽക്കുന്ന മുസ്ലിം സഹോദരന്മാരുണ്ട്, അവരുടെ കൂടെ നിന്നിട്ടുള്ള യഹോവ സാക്ഷികളുണ്ട്. ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാതെ ഈ യഹോവ സാക്ഷികൾ പറഞ്ഞത് ശരിയാന്ന് വിചാരിച്ച് നടക്കുന്നവരുണ്ട്. അവരുടെ കുടുംബത്തിൽ കയറ്റിയിട്ട് അവരുടെ പ്രബോധനം, അവരെ മനസ്സന്തരപ്പെടുത്തേണ്ട ആൾക്കാരെ നമ്മൾ, എന്നിട്ട് അവരിലേക്ക് നമ്മൾ പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട കുർബാനയിൽ, ബലിയിൽ നമ്മൾ എടുത്തു വയ്ക്കുന്ന മണിക്കൂറിനെ നിഷേധിക്കുന്ന പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്നാ വന്നത്? എവിടെന്നാ വന്നേ? ഒരു മാർട്ടിൻ ലൂതർ ഉണ്ടാക്കിയ സഭ, പിന്നെ അതിന് തെറ്റിപ്പോയവര്, അവരൊക്കെ കർത്താവിന്റെ സഭയെ ഉപേക്ഷിച്ച് പോകുന്നത് മര്യാദയാണോ? അവരെല്ലാം തിരിച്ചു വരാനും ഈ കുരിശിലെ ബലി, തൃത്വൈക സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടാകും. അത് നിവൃത്തിയാക്കി കൊടുക്കേണ്ടത് മക്കളായി നമ്മുടെ ചുമതലയാണ്. നമുക്കത് ഏറ്റെടുക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.